ഹായ്, ഒരു പഴഞ്ചൊല്ലില്ലേ, അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം പറയുന്ന. അതിൻ്റെ അകത്തെ ആദ്യത്തെ കാര്യം അമ്മയെ തല്ലുന്നതെന്ന് പറഞ്ഞാൽ അമ്മയുടെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് തല്ലു മേടിക്കുന്നത് കൊണ്ട്, അതല്ല മക്കളുടെ കയ്യിലിരിപ്പ് മോശമായിട്ട് അമ്മമാർക്കിട്ട് തല്ലുന്നത് കൊണ്ട്. അതിൻ്റെ അകത്തെ ആദ്യത്തെ കാര്യം ഞാൻ പറയാം, അമ്മമാർ തല്ലു മേടിക്കുന്നത്. കുറച്ചൊരു പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന ഭക്ഷണവും കഴിച്ച് വല്ല അസുഖം വന്നാൽ മരുന്ന് മേടിച്ച് തരുന്നിട്ടുണ്ടെങ്കിൽ അതും മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടങ്ങി ഒതുങ്ങി എവിടെയായാലും ഇരിക്കുക, വല്ല ടി വി ഒക്കെ കണ്ട് കൊച്ചുമക്കളെയൊക്കെ കളിപ്പിച്ച്. പക്ഷേ ഈ അമ്മമാർ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നേ. തൊടുന്നതും പിടിക്കുന്നു എല്ലാം കുറ്റവും കുറവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. പാത്രം തേച്ച് മിഴക്കുന്നത് കുറ്റം, മിറ്റം അടിക്കുന്ന കുറ്റം, ഞങ്ങളുടെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ പുറത്തുനിന്നൊരു ഫുഡ് മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു അവിടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഞങ്ങളൊരു നാരങ്ങാ വെള്ളം പോലും പുറത്തുനിന്ന് കുടിച്ചിട്ടില്ല. അപ്പടിയാണ് ഇപ്പടിയാണ്. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും കൂടി ഒന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ. ഉടനെ ഞങ്ങളുടെ കെട്ടിയന്മാരെ കല്യാണം കഴിഞ്ഞിട്ട് 4-5 വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത്, അല്ലെ 6-7 മക്കളുണ്ടായിട്ടാണ് ഭർത്താവിൻ്റെയൊക്കെ മുഖം കാണുന്നതെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പം മക്കൾ അടിച്ചില്ലെങ്കിൽ അല്ലേ കുഴപ്പമുള്ളൂ. അതുപോലെ ഒരു ടി വി ഉണ്ടെങ്കിൽ പറയും, എന്തിനാ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നേ, ടി വി അല്ലേ വീട്ടിലുള്ളത്, അവിടെ പോയി കണ്ടാൽ പോരെ, പൈസ ചെലവല്ലേ. ഇവർ അടങ്ങി ഒതുങ്ങി ഒന്നും ഇരിക്കുകയല്ലേ. നിങ്ങളുടെ വീട്ടിലെ അമ്മമാരെങ്ങനെയാണ്? പക്ഷെ എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. എൻ്റെ അമ്മച്ചി പാവം, എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ സപ്പോർട്ടാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പം